ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ റിസർച്ച് സെന്ററിൽ വരും. റിസർച്ച് ഒക്കെ ചെയ്യോപ്പ. ഇവിടെ കമ്പ്യൂട്ടറിൽ കുറെ ഗെയിം ഉണ്ട്. ഗെയിം കളിക്കാൻ ഏതൊക്കെ? ചെസ് ഉണ്ട്, പാമ്പും കോണിയുണ്ട്, ലുഡോ ഉണ്ട്, പിന്നെ എന്താണ്ടൊക്കെ ഉണ്ട്. കാണിച്ചു തരാം. ചന്ദ്രൻ ചേട്ടാ കാണാറില്ലല്ലോ. പുതിയ ഗെയിം വല്ലതും കിട്ടിയ? ഇതൊരു സുഖമില്ലാത്ത ഗെയിമാട്ടാ. വേറെ ഉണ്ടാ? ഇത് ആനമുട്ടയാണോ? അതാരാ പൊട്ടന്താരും പറഞ്ഞേ? ആന സസ്യ ബുക്കല്ലേ? അതെ ചേട്ടാ. പറ മോളെ, ഈ ഡിനോസർ മുട്ടയുടെ പ്രത്യേകത എന്താ? നമ്മുടെ ഈ ഡിനോസർ മുട്ട എന്ന് പറയാൻ നേരത്ത് ഈ കോഴിമുട്ട പോലെയല്ല. അത് ശരി. നമ്മൾ ഈ സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 5-6 ഓംലെറ്റ് കൂടുതൽ അടിക്കാം. എടാ ഒന്ന് മുമ്പിന്ന് വരടാ കനട്ടെ. ഷേടാ ഇത് ബുൾസേ അല്ല. ചട്ടി എടുത്തിട്ട് മുട്ട ബജി ഉണ്ടാക്കുക. ഇത് വെച്ച് ഇത് ഡിനോസറിന്റെ മുട്ട എന്ന് പറഞ്ഞിട്ട് ഓന്തിനെ പോലെ ഉണ്ടല്ലോ. ഒന്ത് മുട്ടയാണ് ഇത്. ഈ പൊട്ടി മുട്ട റിട്ടേൺ എടുക്കാവൂ. ഇപ്പൊ കാണുമ്പോ നമുക്ക് ഒന്നിനെ പോലെ തോന്നുന്നുള്ളൂ. ഇപ്പൊ ചേട്ടന്റെ ഫേസ് തന്നെ നോക്കി, ഒരു മരപ്പട്ടി കണ്ണട വെച്ച് കോട്ടിട്ടേക്കണ പോലെ ഇല്ലേ? പക്ഷെ അങ്ങനെയല്ലല്ലോ. അതൊത്തിരി വ്യത്യാസം. അവിടെ ഇരുന്ന് ചെയ്യണ്ട. മിണ്ടാതിരുന്ന കഴിഞ്ഞാലും കുഴപ്പമല്ലോ ദൈവമേ. ടിഷ്യൂ പിടിച്ചോ? ഇനി തിന്നെ പോകണ? അല്ലല്ലോ, തുടയ്ക്കാൻ തെറ്റിരിച്ചു ഞാൻ. പൊക്കി നോക്കട്ടെ. അതെ, ഡൈനോസർ കുഞ്ഞിനെ എങ്ങനെ പരിപാലിക്കണം എന്നുള്ളതിന്റെ ശാസ്ത്രീയ വശം കാണിച്ചു തരാം. എനിക്ക് പഠിപ്പിച്ചു കണ്ടു പഠിച്ചോട്ടാ. അപ്പൂപ്പന്റെ കൊച്ചുമോൻ എന്തി? അപ്പൂപ്പന്റെ കൊച്ചുമോന് വിശക്കുണ്ടോ? ഇപ്പൊ പാപ്പൻ തരാട്ടാ. ഡിനോസറിനെ പരിപാലിക്കാനുള്ള ശാസ്ത്രീയ വശത്തിന് വേണ്ടി കോടികൾ മുടക്കിന്ന് തോന്നണേ. MLA ഫണ്ടിന്ന് ഒരു 5-6 കോടി രൂപയായി. തോട് പൊട്ടിച്ചു പൊട്ടിക്ക്. എന്റെ ഡിനോസർ കുട്ട, നീ എന്താ ബിഗ് പഠിക്കണ? വേഗം പൊട്ടിച്ചു വാ. പുറത്തേട്ട് വേഗം വാ. വേഗം വിരിഞ്ഞു വന്നിട്ട് എന്തിനാ ഇനി വല്ല PSC എക്സാം എഴുതാൻ വേണ്ടി പോകാനുണ്ടാ? ഡിനോസർ മന്തി വെച്ചിട്ടുണ്ടാ? ഇല്ല. അടിപൊളി ടേസ്റ്റ് ആണ്. അടുത്ത പ്രാവശ്യം ഉണ്ടാക്കട്ടെ. അടിച്ചു പോലെ ഉണ്ടല്ലേ? ഇക്കിലി വെക്കുമ്പോ ചിരിക്കണണ്ട. കണ്ട് കൊള്ളാലേ. മസാലയൊക്കെ പറ്റിട്ട് വെളിച്ചെണ്ണയിൽ എടുക്കണം. കാട ഫ്രൈ പോലെ ഇരിക്കും. വറുത്താല അതൊക്കെ പാപല്ലേ, നമുക്ക് ചുട്ടെടുത്താ പോരെ. അതിന്റെ കൂടെ ചുട്ട നല്ല കപ്പ ഉണ്ടാവാൻ ടേസ്റ്റ് ആയിരിക്കും. റിയാക്ഷൻ എന്ന് പറഞ്ഞ ഗെയിമാ. കൊള്ളാം. ഒരു പൊളിച്ച അടിച്ചാലോ. ഞാനൊക്കെ പഠിക്കണ സമയത്ത് തന്നെ പിള്ളേര് രൺബീർ കപൂർന്ന് വിളിച്ചോണ്ടിരുന്നേ. ആര് വിളിച്ചോണ്ടിരുന്നത്? ക്ലാസ്സിലെ പിള്ളേരെ. കറക്റ്റ്. ഇതവനറിയണ്ട, തല്ലുകൊല്ലും. ആധാർ കാർഡിലെ രൺബീർ കപൂർ ആയിരിക്കും. ശരിയാ.